നമ്മൾ ഇനി പോകുന്നത് ഇപ്പം നമ്മുടെ കോഴിക്കോട് മേയർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ നടന്ന സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകുകയാണ് തത്സമയം. അവരെയൊക്കെ ഒരു പെട്ടെന്ന് കെട്ടിടം അൺഫിറ്റ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊളിച്ചു മാറ്റണം. അപ്പോൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതെ ഓരോന്നും പൊളിച്ചു മാറ്റേണ്ട ഘട്ടമാവുന്ന മുറയ്ക്ക് മാത്രം അവരെ അതിൽ നിന്ന് മാറ്റുക എന്നൊരു നിലപാടാണ് നേരത്തെ കോർപ്പറേഷൻ എടുത്തു പോന്നിരുന്നത്. അതാണ് ഈ പൊതുവായി ഈ കെട്ടിടങ്ങളിലെ എല്ലാം കച്ചവടക്കാരോട് എടുത്തിട്ടുള്ള സമീപനം. അത് തന്നെയാണ് ഈ ഇന്നലെ അപകടം സംഭവിച്ച ബിഗ് ബസാറിലെ കെട്ടിടത്തിൻ്റെ കാര്യത്തിലും സ്വീകരിച്ച നിലപാട്. അപ്പോൾ അതിനെ തുടർന്ന് ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ വന്നു. തീർച്ചയായും ഈ സംഭവത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ 4 പേരുടെ ജീവൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അതിനോട് തീർച്ചയായിട്ടും കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം എന്താ? ഇത്തരം കെട്ടിടങ്ങളുടെ ബലക്ഷയത്തെ സംബന്ധിച്ച് ശരിയാവണ്ണം യഥാസമയം പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനമാണ്. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ തീരുമാനിച്ചു, സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. ഈ 10-16 കെട്ടിടങ്ങൾ മാത്രമല്ല, കോർപ്പറേഷൻ്റെതായ കെട്ടിടങ്ങൾ, ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി പരിശോധിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ബലക്ഷയം ഉള്ളത് കണ്ടെത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കാൻ കഴിയണം. അതിനാവശ്യമായ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഇന്നലെ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപ്രകാരം സമീപ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് ലഭ്യമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അതാണ് അത് സംബന്ധിച്ചൊരു കാര്യം പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, ഇതിനോടനുബന്ധിച്ച് ഈ കാര്യത്തിൽ നടന്നിട്ടുള്ള ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ, ഒരുപാട് അവ്യക്തതകൾ ഇങ്ങനെ പറഞ്ഞു വരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ കുറേ കൂടി കൃത്യമായി ഈ വക കാര്യങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചു വന്ന നടപടികളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളോട് ഇനി അങ്ങോട്ട് എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി, നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ആലോചിച്ച് സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടെ ഒരു അന്വേഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു ചേർന്നിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് അങ്ങോട്ട് ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിന് സഹായകരമാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. മറ്റൊന്ന്, ഈ കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. സർക്കാരിൽ നിന്ന് ആ കുടുംബത്തിന് ആവശ്യമായ സഹായം, സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് കൗൺസിൽ താൽപ്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും ആ കുടുംബത്തെ പരിരക്ഷിക്കുന്നതിന് ആവശ്യമായതെല്ലാം, സാധ്യമായതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും നടപടികൾ ഉണ്ടാവും. അടിയന്തരമായിക്കൊണ്ട് മേയർ ഫണ്ടിൽ നിന്ന് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം. കോഴിക്കോട് മേയർ ഒ സദാശിവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഈ വലിയങ്ങാടി അപകടവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം